ദേ പോയി ദാ വന്നു എയർ ഫ്രൈ പപ്പടം. റിയാലിറ്റി നോക്കാം. സത്യം പറഞ്ഞാൽ എയർ ഫ്രൈയിൽ പപ്പടം പൊളിക്കുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എയർ ഫ്രൈയിൽ വെക്കുകയാണ്. ഇപ്പോൾ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 6 മിനിറ്റ്സാണ് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ 6 മിനിറ്റ്സിനുള്ളിൽ പലവട്ടം തുറന്ന് നോക്കണം. അല്ലാതെ ഡയറക്റ്റ് 6 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് നല്ല പപ്പടം കിട്ടുമൊന്നുമില്ല. ഇതിൻ്റെ റിയാലിറ്റീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും. എന്തുകൊണ്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ല. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് പോസ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. 1 മിനിറ്റ് കഴിയട്ടെ. പോസ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, എല്ലാം കൂടെ ഒരുമിച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ തുറന്നിട്ട് വീണ്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഒരുമിച്ച് ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു ഫാനുണ്ട്. എയർ ഫാനിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിന് ഹീറ്റ് വന്നിട്ട് താഴെ വന്ന് ഹീറ്റ് ഇങ്ങനെ ആ ഒരു കൺവെക്ഷൻ മോഡാണ് അതിനുള്ളത്. അപ്പം നമ്മളിതെല്ലാം വീണ്ടും സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും വയ്ക്കാം. കണ്ടിന്യൂ ദ പ്രോസസ്സ്. വീണ്ടും സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. വീണ്ടും ഇപ്പം നമ്മൾ തുറന്ന് നോക്കിയാൽ പഴയ പടി എല്ലാം കൂടെ ഒന്നിച്ചായിട്ടുണ്ടാവും. ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട്, ആ ഹീറ്റ് വേവ് കൊണ്ടാണത്. അടുത്ത 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. പോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ ഉള്ളിലേക്കാക്കുക. ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയതൊന്ന് സെറ്റ് ചെയ്തില്ലെങ്കിൽ കരിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പം നമുക്ക് സൗണ്ട് കേൾക്കാനില്ല. പപ്പടം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 4 മിനിറ്റ്സ് ആയാലും 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഓൾറെഡി. എൻ്റെ ഇടയിൽ നമ്മൾ 2 പ്രാവശ്യം തുറന്നിട്ടുണ്ട്. ഒന്നും കൂടി തുറക്കാൻ പോവുകയാണ്. പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തുറക്കാണ്. നമ്മുടെ പപ്പടം ശരിയായിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞ് വീണ്ടും തുറക്കാം. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പപ്പടം പൊങ്ങുന്നതിൽ. 30 സെക്കൻഡ്സ് കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് തുറക്കുകയാണ്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് ഇടാം. പക്ഷേ ഞാൻ കുറച്ച് കൂടുതലിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു പപ്പടം അത് ഈ ഫാനിൽ പോയി തൂങ്ങിക്കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ എയർ ഫ്രയർ പപ്പടം റെഡി ആയിരിക്കുകയാണ്. ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയതോടുകൂടി ഇത് ഒരു മെനക്കെട്ട പരിപാടിയായെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് തവണ എയർ ഫ്രയർ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ഒക്കെ വേണം അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായോ നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പോലെ അതുപോലെ നമുക്ക് പെട്ടെന്ന് ആയി വരില്ല. കുറച്ച് സമയം എടുക്കും. സമയം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ്സ് ആണെങ്കിൽ കൂടി ആ 3 മിനിറ്റ്സിൽ നമ്മൾ ഒരു 3-4 ടൈംസ് തുറന്ന് നോക്കി അത് ശരിയാക്കണം. എണ്ണയില്ല എന്നുള്ളൊരു കാര്യം ശരിയാണ്, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ എന്നാലും മറ്റുള്ള ഫാക്ടേഴ്സ് നോക്കുമ്പം കറണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിതിൻ്റെ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല നമ്മൾ ഈ സ്റ്റോപ്പ് പോസ് ചെയ്തിട്ടാണല്ലോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടച്ച് സ്ക്രീനും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ബാച്ച് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. പപ്പടം എല്ലാം കൂടെ നിരത്തി വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്നിരിക്കും, ഒരുമിച്ചിരിക്കും. പിന്നെ നമ്മൾ പോസ് ചെയ്തിട്ടാണല്ലോ തുറന്നിട്ട് നിരത്തി വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ കരിഞ്ഞ മണം വരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പപ്പടം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഹീറ്റ് വേവിൻ്റെ പ്രഷറിൽ ഫാനിൻ്റെ ഹീറ്റ് വേവ് കാരണം ഇത് ആ കോയിലിൽ പോയി പറ്റിച്ചിരുന്ന് കരിഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ പപ്പടം എയർ ഫ്രയറിൽ ഉണ്ടാക്കുമ്പോൾ. നമ്മളിപ്പം പലരുടെയും വ്ളോഗ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പപ്പടം വെച്ചിട്ടാണ് പൊങ്ങിച്ച് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു പപ്പടം വെച്ചിട്ട് 3 മിനിറ്റ് വെച്ച് ഓരോ പപ്പടമായിട്ട് പൊള്ളിച്ചെടുക്കുന്നത് ഈസിയുള്ള കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെ പപ്പടത്തിൻ്റെ കൺസിസ്റ്റൻസി ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കുഴപ്പമൊന്നുമില്ല. കണ്ടോ,
ഇങ്ങനെ പൊട്ടും നന്നായിട്ട്, നോർമൽ പപ്പടം പോലെ. പക്ഷേ അത് നമ്മൾ എണ്ണയിലിട്ട് പറഞ്ഞാൽ ഇത് പൊന്തി വരുന്ന പോലെ പൊന്തിയൊന്നും വന്നിട്ടില്ല. സെയിം പപ്പടം എണ്ണയിൽ വറക്കുന്നത്, ഇത് സൈസ് ഡിഫറൻസ് ഉണ്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം കൊണ്ട് പരീക്ഷണം നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഒന്നും കൂടി പപ്പടം ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കേരള പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അന്ന് ഞാനൊരു ചോട്ടാ പപ്പടം എന്ന് പറഞ്ഞൊരു സാധനം, അപ്പം കുറേ പപ്പടം ഒരുമിച്ച് എയർ ഫ്രൈയിലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പപ്പടം മേടിച്ചത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ഇത് കണ്ടായിരുന്നല്ലോ, ഇത് രണ്ടാമത്തെ ട്രൈ ആണ്. അപ്പോൾ ഞാൻ ഒരു എഡിറ്റിംഗ് ഇല്ലാണ്ട് തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾ സാധാരണ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ഇത് വെക്കുന്നു, എയർ ഫ്രയർ അടയ്ക്കുന്നു, എയർ ഫ്രയർ തുറക്കുന്നു, പപ്പടം റെഡിയായി. അങ്ങനെയല്ല, അതിൻ്റെ റിയാലിറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റെക്കോർഡിങ് ചെയ്തേക്കുന്നത്. സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 5 മിനിറ്റ്സ് കംപ്ലീറ്റ് വേണം എന്നല്ല പറയുന്നത്. 5 മിനിറ്റ്സ് ഇട്ടിട്ട് ഇടയ്ക്കൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കും അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. കാരണം നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് പോലെ ഒറ്റയടിക്ക് തുറന്ന് നോക്കാതെ പപ്പടം ആവില്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തുറന്ന് നോക്കി ചെയ്യുക. 2-3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാവും. 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയതാണ്, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് വീണ്ടും 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ചെറിയ മണമൊക്കെ വന്നിട്ടുണ്ട്. നോക്കട്ടെ എന്താണെന്ന്. പപ്പടം പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം എന്താ കരിഞ്ഞു പോയി. ഇപ്പം നമ്മൾ ടോട്ടൽ 5 മിനിറ്റ്സ് ഒക്കെ വെച്ചപ്പോൾ 2 മിനിറ്റ്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ക്രിസ്പിനെസ് ആയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഭംഗിയാണ് ഇരിക്കുന്നത്. പക്ഷെ തണുക്കുമ്പോൾ ക്രിസ്പി ആവും തോന്നുന്നു. നമുക്ക് നോക്കാം. ഇത് എന്തായാലും നമുക്ക് മാറ്റി വെച്ച് നോക്കാം. ഇനി നമ്മൾ ഒരു ബാച്ചും കൂടെ വയ്ക്കാൻ പോവുകയാണ്. 2 മിനിറ്റ്സ് ആയിരുന്നല്ലോ ടൈം. വീണ്ടും 1 മിനിറ്റ് ആയിട്ട് തുറന്ന് നോക്കി. ഇത് ആക്ച്വലി ഇങ്ങനെ പറന്ന് മേളിലേക്കൊക്കെ പോയിട്ടോ. ഇതിൻ്റെ ഹീറ്റ് വേവിൻ്റെ ഒരു ഇതുകൊണ്ട് അതിൻ്റെ പൊടി സൈഡിലൊക്കെ ആയിട്ടുണ്ട് എയർ ഫ്രൈൻ്റെ. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു പപ്പടം മിസ്സിങ് ആണ്. നോക്കിയപ്പോൾ അത് കോലിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്, അത് കരിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരു ബാച്ച് വയ്ക്കുമ്പോഴത്തേക്കിനും 1-2 പപ്പടം കരിഞ്ഞാണ് കിട്ടുന്നത്. അപ്പോൾ അതേ പപ്പടം ഞാനിപ്പോൾ ഇതാ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
അന്ന് ഞാനിങ്ങനെ തന്നെ ചെയ്തിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് ട്രൈ ആണ്. സെക്കൻഡ് ട്രൈ ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പപ്പടം എനിക്ക് തോന്നുന്നു ഒരുപാട് എണ്ണയൊന്നും ആവില്ലല്ലോ പപ്പടത്തിന്. അപ്പോൾ നമുക്ക് എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുന്നതാണ് പപ്പടം നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒത്തിരി ടൈം വേസ്റ്റേജ്, എനർജി വേസ്റ്റേജ്, നമ്മുടെ എഫർട്ട് ഒക്കെ ഉണ്ട് എയർ ഫ്രയറിൽ പൊരിച്ചെടുക്കുന്ന പപ്പടത്തിൻ്റെ പുറകിൽ. എനർജി കൺസംഷനും കൂടുതലാണ്.